ഹലോ സ്റ്റുഡൻസ്, ഈ വർഷത്തെ CA ബിസിനസ് എക്കണോമിക്സ് എക്സാം നിങ്ങൾ എഴുതാൻ വിട്ടുപോയോ? അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് എഴുതാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൽ ഓരോ ചാപ്റ്ററുകളിലും ഏതൊക്കെയാണ് വെയിറ്റേജുകൾ വരേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ, ഓരോ ചാപ്റ്ററുകളും ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ചാപ്റ്റർ 4ഉം 6ഉം ആണ്. 4th ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഇൻ ദ മാർക്കറ്റ് സ്ട്രക്ചർ. 6th ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ്. ഈ 2 ചാപ്റ്ററിൽ നിന്നും 15 മാർക്കുകൾ വീതമാണ് വരുന്നത്. അതായത് ടോട്ടൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 30 മാർക്കാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് 6 ചാപ്റ്ററുകളാണ്. ബാക്കിയുള്ള 6 ചാപ്റ്ററുകൾ, അതായത് 2, 3, 7, 8, 9, 10. ഈ 2, 3, 7 ഇതിൽ പറയുന്നത് തിയറി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, പബ്ലിക് ഫിനാൻസ്, മണി മാർക്കറ്റ്, ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇന്ത്യൻ എക്കോണമി. ഇതിൽ ഓരോ ചാപ്റ്ററുകൾ വീതം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കാൻ പോകുന്നത് 10 മാർക്ക് വീതം ഓരോ ചാപ്റ്ററുകളും കൂട്ടുമ്പോൾ 60 മാർക്കാണ് ടോട്ടൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനിയുള്ളത് 1ഉം 5ഉം ചാപ്റ്ററാണ്. ഈ 1ഉം 5ഉം എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ബിസിനസ് എക്കണോമിക്സും ബിസിനസ് സൈക്കിളുമാണ്. ഇനി ഇതിൽ ഓരോ ചാപ്റ്ററിലും ഇതിൽ ലഭിക്കുന്നത് 5 മാർക്ക് വീതമാണ്. അതായത് നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കാൻ പോകുന്നത് 10 മാർക്കാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് ചാപ്റ്ററിലാണ് കൂടുതൽ ഊന്നൽ നൽകേണ്ടത്. കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓരോ ചാപ്റ്ററുകളിലും ഏതൊക്കെ ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് CA എക്സാം വളരെ സിമ്പിളായി തോന്നും.